ഹലോ, അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കൂട്ടാനാണ്. ചക്ക കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഇവിടെ കാണിക്കുന്നത്. തേങ്ങ, മഞ്ഞൾപ്പൊടി, കാന്താരിമുളക്, കരിവേപ്പില, കുരുമുളക് പൊടി, ചെറിയ ജീരകം, വെളുത്തുള്ളി ഇത്രയും കൂടി അരയ്ക്കണം. നമ്മൾ അരച്ച അരപ്പ് ഇതിലേക്ക് ചക്കയിലേക്ക് ഇടുകയാണ്. വേവിച്ച ചക്കയിൽ നമ്മളിത് അവിടെ അരപ്പിട്ടിട്ടുണ്ട്. നമ്മൾ അരച്ച അരപ്പാണ് ഇതിൽ കൊണ്ടിട്ടിരിക്കുന്നത്. 2 മിനിറ്റ് ഇത് വേവണം. വെന്തതിന് ശേഷം നമുക്ക് ഉടയ്ക്കണം. ചക്കയും അരപ്പും കൂടിയിട്ട് മിക്സ് ചെയ്യണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. നമ്മുടെ ചക്ക കൂട്ടാൻ ഇവിടെ റെഡിയായി. ഇത് നമ്മൾ തുടുപ്പ് വെച്ചാണ് ഉടയ്ക്കുന്നത്. പഴയ രീതിയിൽ ഇങ്ങനെ തുടുപ്പ് വെച്ചിട്ടാണ് ചക്കയൊക്കെ ഉടയ്ക്കുന്നത്. ഞാൻ എൻ്റെ വല്യമ്മയൊക്കെ ചക്ക ഉടയ്ക്കുന്നത് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതുപോലെ ഞാനും തുടുപ്പ് വെച്ചിട്ടാണ് ഉടയ്ക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെയും കൊല്ലത്തിൻ്റെയൊക്കെ ചക്കക്കൂട്ടാൻ ഇങ്ങനെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് മത്തി ഇട്ടുള്ള കറിയും ഈ ചക്കക്കൂട്ടാനും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.